കൊളസ്ട്രോളിൻ്റെ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഏറ്റവും ആദ്യം നോക്കുക ടോട്ടൽ കൊളസ്ട്രോളും പിന്നെ നോക്കുന്നത് HDLും LDL കൊളസ്ട്രോളിൻ്റെയും വാല്യൂസാണ്. പക്ഷേ ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ടോ ഇല്ലയെന്ന് പറയുന്ന മറ്റ് ചില കാര്യങ്ങൾ നിങ്ങൾ ടെസ്റ്റ് ചെയ്ത ആ റിപ്പോർട്ടിൽ തന്നെയുണ്ട്. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ പ്രസൂൺ. ഇന്നത്തെ വീഡിയോയിൽ കൊളസ്ട്രോളിൻ്റെ റേഷ്യോസ് എന്താണെന്ന് നമുക്ക് പഠിക്കാം. നിങ്ങൾക്ക് ഇതുവരെ ഹൃദയ സംബന്ധമായിട്ടുള്ള ഒരു രോഗം വന്നിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് ഓൾറെഡി ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗം വന്നു അല്ലെങ്കിൽ കൊളസ്ട്രോളിൻ്റെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ പറയുന്ന കൊളസ്ട്രോളിൻ്റെ റേഷ്യോ എത്ര ലെവലിലാണ് വേണ്ടത്, എത്ര ലെവലിലും കൂടിക്കഴിഞ്ഞാലാണ് പ്രശ്നമുള്ളതെന്നുള്ളത് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് മനസ്സിലാക്കാം. സോ വെൽക്കം ബാക്ക് ടു ഡോഫുഡി. നമുക്ക് തുടങ്ങാം. നിങ്ങളിതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒറ്റത്തവണ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും കൊളസ്ട്രോൾ എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ തന്നെ ഭയമാണ്. കൊളസ്ട്രോൾ കാരണം ചില ആൾക്കാർ മര്യാദക്ക് ഭക്ഷണം പോലും കഴിക്കാറില്ല. വീട്ടിൽ മുട്ട വാങ്ങിക്കില്ല, വലിയ തരത്തിലുള്ള ഫിഷ് വാങ്ങിക്കില്ല, ചിക്കൻ വാങ്ങിക്കില്ല. പക്ഷേ അധികം ആൾക്കാർക്കും അറിയാത്തൊരു കാര്യം, കൊളസ്ട്രോൾ എന്നുള്ളത് നമ്മളുടെ ബോഡിക്ക് അത്യാവശ്യം വേണ്ട ഒരു കാര്യമാണ്. കൊളസ്ട്രോളിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാലും പ്രശ്നമാണ്, കൊളസ്ട്രോളിൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാലും പ്രശ്നമാണ്. ഇതിൻ്റെ ഒരു നോർമൽ ബാലൻസ് ഉണ്ട്. ആ ബാലൻസിൽ നിർത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. കൊളസ്ട്രോൾ നമ്മളുടെ ശരീരത്തിൽ പല ഭാഗത്തുമുണ്ട്. രക്തത്തിലൂടെയാണ് മെയിനായിട്ടും അത് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ രക്തത്തിലൂടെ ഒരു ഭാഗത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നത് അത് വെറും കൊളസ്ട്രോൾ ആയിട്ടല്ല, അതിനൊരു പ്രോട്ടീൻ്റെ കവറിങ്ങും കൂടി ഉണ്ടാവും. അതുകൊണ്ടാണ് ഇതിനെ ലിപ്പോ പ്രോട്ടീൻ എന്ന് പറയുന്നത്. ലിവറിൽ നിന്നും നമ്മുടെ ശരീരത്തിൻ്റെ പല ഭാഗത്തേക്ക് പോകുന്ന തരത്തിലുള്ള ലിപ്പോ പ്രോട്ടീൻസിനെയാണ് നമ്മൾ LDL, VLDL ലിപ്പോ പ്രോട്ടീൻസ് എന്ന് പറയാറ്. ഇത്തരത്തിലുള്ള ഡെൻസിറ്റി കുറവുള്ള ലിപ്പോ പ്രോട്ടീൻസാണ് എത്തിറോസ്ക്ലിറോസിസ് അല്ലെങ്കിൽ എത്തിറോജെനിസിസ്, നമ്മളുടെ രക്തക്കുഴലിൻ്റെ കട്ടി കൂട്ടാനും അതിൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻ കാരണം മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യത കൂടുതൽ ഇത്തരത്തിലുള്ള ലൈപ്പോ പ്രോട്ടീൻസാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ലൈപ്പോ പ്രോട്ടീൻസിനെ നമ്മൾ ബാഡ് കൊളസ്ട്രോൾ എന്ന് പറയാറ്. നേരെ മറിച്ച് ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും കൊളസ്ട്രോളിനെ ലിവറിലേക്ക് എത്തിച്ച് അവിടുന്ന് ശരീരത്തിന് പുറത്തേക്ക് പോകാൻ സഹായിക്കുന്നത് HDL കൊളസ്ട്രോളാണ്, ഹൈ ഡെൻസിറ്റി ലൈപ്പോ പ്രോട്ടീനാണ്. അതുകൊണ്ട് നമ്മൾ അതിനെ ഗുഡ് കൊളസ്ട്രോൾ എന്നും പറയാറുണ്ട്. നിങ്ങൾ ഫാസ്റ്റിങ്ങിൽ കൊളസ്ട്രോളിൻ്റെ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ടോട്ടൽ കൊളസ്ട്രോളും HDL, LDL അങ്ങനെ പലതരത്തിലുള്ള വാല്യൂസ് കാണാം. ഇതിൻ്റെയൊക്കെ നോർമൽ വാല്യൂ എന്താണെന്നും ഓരോ ലൈപ്പോ പ്രോട്ടീൻ്റെയും റോൾ എന്താണെന്നും ഫംഗ്ഷൻ എന്താണെന്നും വിശദീകരിക്കുന്ന മറ്റൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇന്നത്തെ വീഡിയോയിൽ പറയുന്ന കാര്യം നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പം മനസ്സിലാവും. പല ദശാബ്ദങ്ങളായിട്ട് LDL കൊളസ്ട്രോളിനെയാണ് എല്ലാവരും ടാർഗറ്റ് ചെയ്യുന്നത്. ഡോക്ടർമാർ കുറയ്ക്കാൻ നോക്കുന്നതും പേഷ്യൻസിന് ഏറ്റവും പേടിയുള്ളതും LDL കൊളസ്ട്രോളാണ്. കാരണം അത് ചീത്ത കൊളസ്ട്രോളാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇങ്ങനെ LDL കൊളസ്ട്രോളിൻ്റെ വാല്യൂ കൂടുന്നതിനെ കൊണ്ടോ HDL കൊളസ്ട്രോളിൻ്റെ വാല്യൂ കുറയുന്നത്, ഇങ്ങനെ ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഓരോരോ ലൈപ്പോ പ്രോട്ടീൻ്റെ വാല്യൂ നോക്കുന്നതിനേക്കാളും പല സ്റ്റഡീസിലും പറയുന്നത് കൊളസ്ട്രോളിൻ്റെ റേഷ്യോസ് കണ്ടുപിടിക്കുകയാണെങ്കിൽ അതാണ് കുറച്ചും കൂടി നല്ലത്. നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ വരാൻ സാധ്യത ഉണ്ടോ ഇല്ലയെന്ന് നോക്കാനുള്ള കഴിവ് കൊളസ്ട്രോളിൻ്റെ റേഷ്യോസിന് കൂടുതലാണെന്നാണ് പറയുന്നത്. ഇനി എന്താണ് ഈ കൊളസ്ട്രോളിൻ്റെ റേഷ്യോ എന്ന് പറയാം. നിങ്ങളുടെ കൊളസ്ട്രോൾ ടെസ്റ്റ് ചെയ്ത റിപ്പോർട്ടിൽ പലതരത്തിലുള്ള വാല്യൂസ് ഉണ്ടാകും. ടോട്ടൽ കൊളസ്ട്രോൾ, HDL, LDL. ഒരെണ്ണത്തിൽ നിന്നും മറ്റേത് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂവിനെയാണ് നമ്മൾ കൊളസ്ട്രോളിൻ്റെ റേഷ്യോസ് എന്ന് പറയുന്നത്. നമുക്ക് കണ്ടുപിടിക്കേണ്ടതും അറിഞ്ഞിരിക്കേണ്ടതും മെയിനായിട്ടുള്ള 3 റേഷ്യോസാണ്. ഒന്ന് ടോട്ടൽ കൊളസ്ട്രോൾ ടു HDL റേഷ്യോ, അതായത് നിങ്ങളുടെ ടോട്ടൽ കൊളസ്ട്രോൾ ഡിവൈഡഡ് ബൈ HDL കൊളസ്ട്രോൾ ചെയ്താൽ കിട്ടുന്ന വാല്യൂ. രണ്ടാമത്തത് LDL ടു HDL റേഷ്യോ ആണ്, അതായത് നിങ്ങളുടെ LDL കൊളസ്ട്രോൾ വാല്യൂ ഡിവൈഡഡ് ബൈ HDL കൊളസ്ട്രോൾ ചെയ്താൽ LDL കൊളസ്ട്രോൾ റേഷ്യോ കണ്ടുപിടിക്കാം. മൂന്നാമത്തത് എപ്പോ പ്രോട്ടീൻസിൻ്റെതാണ്. എപ്പോ പ്രോട്ടീൻ 2 തരത്തിലാണുള്ളത്. എപ്പോ പ്രോട്ടീൻ B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ LDL കൊളസ്ട്രോളിൻ്റെ ഉള്ളിലുള്ള തരത്തിലുള്ള പ്രോട്ടീൻസാണ്, അതായത് ഡെൻസിറ്റി കുറവുള്ള ലിവറിൽ നിന്നും ശരീരത്തിൻ്റെ പല ഭാഗത്തേക്കും കൊണ്ടുപോകുന്ന ലിപ്പോ പ്രോട്ടീനെ കവർ ചെയ്യുന്ന ഒരു തരത്തിലുള്ള പ്രോട്ടീനാണ് എപ്പോ പ്രോട്ടീൻ B എന്ന് പറയുന്നത്. നേരെ മറിച്ച് എപ്പോ പ്രോട്ടീൻ A1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ HDL കൊളസ്ട്രോളിനെ കവർ ചെയ്യുന്ന ലൈപ്പോ പ്രോട്ടീൻ്റെ ഭാഗമാണ്. നിങ്ങൾ ഫാസ്റ്റിങ്ങിൽ രക്തം കൊടുത്തു കൊളസ്ട്രോളിൻ്റെ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ റിപ്പോർട്ടിൽ തന്നെ ചിലപ്പോൾ കൊളസ്ട്രോളിൻ്റെ റേഷ്യോസ് എത്രയാണെന്ന് പ്രിൻറ്റ് ചെയ്തിട്ടും ഉണ്ടാവും. അതിൻ്റെ സൈഡിൽ അതിൻ്റെ നോർമൽ വാല്യൂസ് എത്രയാണെന്നും കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെ നോക്കിയിട്ടും നിങ്ങളുടെ കൊളസ്ട്രോൾ റേഷ്യോ നിങ്ങൾക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. ഇനി ചില ലാബിൽ നിന്നൊക്കെ തരുന്ന റിപ്പോർട്ടിൽ നോൺ HDL എന്ന് പറഞ്ഞിട്ട് വാല്യൂസ് കാണാം. നോൺ HDL എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ടോട്ടൽ കൊളസ്ട്രോളിൽ നിന്നും HDL വാല്യൂസ് കുറച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ തരത്തിലുള്ള കൊളസ്ട്രോളിൻ്റെ വാല്യൂസ് കിട്ടും. പക്ഷേ ഇതൊന്നും HDL അല്ല. HDL അല്ലാത്ത ബാക്കി എല്ലാ തരത്തിലുള്ള കൊളസ്ട്രോളിനും നമുക്ക് നോൺ HDL കൊളസ്ട്രോൾ എന്ന് പറയാം. ഇനി ഈ റേഷ്യോൻ്റെ നോർമൽ വാല്യൂസ് എത്രയാണെന്ന് പറയുന്നതിൻ്റെ മുമ്പേ പ്രൈമറി പ്രിവെൻഷനെ കുറിച്ചും സെക്കൻഡറി പ്രിവെൻഷനെ കുറിച്ചും പറയാനുണ്ട്.
പ്രൈമറി പ്രിവെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങളോ അതിൻ്റെ റിസ്ക് ഫാക്ടേഴ്സോ വന്നിട്ടില്ല, നിങ്ങൾ ഇപ്പോൾ പൂർണ്ണമായി ഹെൽത്തിയാണ്, നിങ്ങൾ ആ കാറ്റഗറിയിലാണ് വരുന്നതെങ്കിൽ അതിനെ പ്രൈമറി പ്രിവെൻഷൻ എന്ന് പറയാം. പ്രൈമറി പ്രിവെൻഷൻ ഒരു ടാർഗറ്റ് വാല്യൂ പറയുന്നുണ്ട്, ഒരു ലെവലിൻ്റെ മുകളിലേക്ക് പോയാൽ അത് ഹൈ റിസ്ക് എന്നും പറയുന്നുണ്ട്. ഇനി സെക്കൻഡറി പ്രിവെൻഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖമോ ഹൈ ബ്ലഡ് പ്രഷറോ ഡയബറ്റീസോ പൊണ്ണത്തടി അല്ലെങ്കിൽ നിങ്ങളുടെ പ്രായം, സ്ത്രീകൾക്കാണെങ്കിൽ 65ൻ്റെ മുകളിൽ, പുരുഷന്മാർക്കാണെങ്കിൽ 55 ഇയേഴ്സിൻ്റെ മുകളിലേക്കുള്ള പ്രായം ഒരു റിസ്ക് ഫാക്ടറാണ്. നിങ്ങളുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങളിൽ നിങ്ങൾക്കും ഓൾറെഡി റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. ഇത്തരത്തിലുള്ള റിസ്ക് ഫാക്ടേഴ്സ് ഉള്ള ആൾക്കാർക്ക് അവർക്ക് കൂടുതൽ കോംപ്ലിക്കേഷൻസ് വരാതിരിക്കാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖം തുടങ്ങിയിട്ടുണ്ട് പക്ഷേ അതിൻ്റെ ലക്ഷണങ്ങൾ വരുന്നതിൻ്റെ മുമ്പേ എടുക്കുന്ന പ്രിവെൻഷന് നമുക്ക് സെക്കൻഡറി പ്രിവെൻഷൻ എന്ന് പറയാം. നിങ്ങൾ കൊളസ്ട്രോളിൻ്റെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്, പ്രഷറിൻ്റെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്, ഒരിക്കൽ ഹാർട്ട് അറ്റാക്ക് വന്നു അല്ലെങ്കിൽ ആൻജിയോപ്ലാസ്റ്റി ബൈപ്പാസ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും സെക്കൻഡറി പ്രിവെൻഷൻ ഗ്രൂപ്പിലാണ് വരുന്നത്. സെക്കൻഡറി പ്രിവെൻഷനിലും കൊളസ്ട്രോളിൻ്റെ റേഷ്യോ നോക്കുമ്പോൾ ഒരു ടാർഗറ്റ് വാല്യൂ ഉണ്ടാവും, ഒരു റിസ്കിൻ്റെ വാല്യൂ ഉണ്ടാവും. ടാർഗറ്റ് വാല്യൂവിൻ്റെ താഴെ നിർത്തുന്നതാണ് എപ്പോഴും നല്ലത്. എപ്പോഴൊക്കെ കൊളസ്ട്രോളിൻ്റെ റേഷ്യോ കണ്ടുപിടിച്ച് അത് ഹൈ റിസ്കിലേക്ക് എത്തുന്നു അല്ലെങ്കിൽ കൂടി നിൽക്കുന്നു എന്ന് പറയുന്നു, ആ സമയത്തൊക്കെ നിങ്ങൾക്ക് എത്തറോസ്ക്ലിറോസിസ് ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണെന്നും, അത് മറ്റൊരു രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനിയും ഭാവിയിലും മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ വരാനുള്ള ചാൻസസ് കൂടുതലാണെന്ന് വേണമെങ്കിൽ പറയാം. ഇനി ഓരോ കൊളസ്ട്രോൾ റേഷ്യോൻ്റെ നോർമൽ വാല്യൂസ് പറയാം. ആദ്യമായി നമ്മൾ പറയാൻ പോകുന്നത് ടോട്ടൽ കൊളസ്ട്രോൾ ടു HDL റേഷ്യോ ആണ്. ഇത് പ്രൈമറി പ്രിവെൻഷൻ ഗ്രൂപ്പിൽ വരികയാണെന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങൾക്ക് ഇതുവരെ ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങളൊന്നും വന്നിട്ടില്ലെങ്കിൽ മെയിൽസിനുള്ള വാല്യൂ എന്ന് പറയുന്നത് 4.5ൻ്റെ താഴെ നിൽക്കണം. നിങ്ങളുടെ ഈ വാല്യൂ 5ൻ്റെ മുകളിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ റിസ്കിലാണെന്നാണ് പറയുന്നത്. സ്ത്രീകളുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ പ്രൈമറി പ്രിവെൻഷനിൽ അവരുടെ ടാർഗറ്റ് വാല്യൂ <4 ആയിരിക്കണം. 4.5ൻ്റെ മുകളിലേക്കാണെങ്കിൽ അവരും റിസ്ക് കൂടുതലാണെന്നാണ് പറയുന്നത്. ഇനി ഇതേ റേഷ്യോ, അതായത് ടോട്ടൽ കൊളസ്ട്രോൾ ടു HDL റേഷ്യോ സെക്കൻഡറി പ്രിവെൻഷനിൽ വരികയാണെന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങൾ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും കാർഡിയോവാസ്കുലർ റിസ്ക് ഫാക്ടർ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ടാർഗറ്റ് റേഷ്യോ എന്ന് പറയുന്നത് 3.5ലും താഴെയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും മരുന്ന് കഴിച്ച് ഈ 3.5ൻ്റെ താഴെ നിർത്തണം. നിങ്ങളുടെ റേഷ്യോ 4ൻ്റെ മുകളിലേക്കാണെങ്കിൽ റിസ്ക് കൂടുതലാണെന്നാണ് പറയുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞത് മെയിൽസിൻ്റെ കാര്യമാണ്. ഇനി ഫീമെയിൽസിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ സെക്കൻഡറി പ്രിവെൻഷനിൽ അവരുടെ ടാർഗറ്റ് വാല്യൂ 3ൻ്റെ താഴെ ആയിരിക്കണം. അവരുടെ വാല്യൂ 3.5ൻ്റെ മുകളിലേക്കാണെങ്കിൽ അത് റിസ്ക് ആണെന്നാണ് പറയുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ റേഷ്യോയിലേക്ക് വരാം. ഈ റേഷ്യോ കണ്ടുപിടിക്കുന്നത് LDL കൊളസ്ട്രോൾ ഡിവൈഡഡ് ബൈ HDL കൊളസ്ട്രോൾ ആണ്. പുരുഷന്മാരിൽ പ്രൈമറി പ്രിവെൻഷനിൽ ടാർഗറ്റ് റേഷ്യോ പറയുന്നത് <3 ആണ്. 3.5ൻ്റെ മുകളിലേക്കാണെങ്കിൽ റിസ്ക് കൂടുതലാണെന്ന് പറയുന്നത്. സ്ത്രീകളിലാണെങ്കിൽ LDL ടു HDL റേഷ്യോ ടാർഗറ്റ് റേഷ്യോ പറയുന്നത് <2.5 ആണ്. അത് 3ൻ്റെ മുകളിലേക്കാണെങ്കിൽ റിസ്ക് ആണെന്നാണ് പറയുന്നത്. ഇനി ഇതേ റേഷ്യോ സെക്കൻഡറി പ്രിവെൻഷനിൽ വേറെ വാല്യൂസ് ആണ്. അത് പുരുഷന്മാരുടെ കാര്യത്തിലാണെങ്കിൽ ടാർഗറ്റ് പറയുന്നത് <2.5 ആണ്. 3ൻ്റെ മുകളിലേക്കാണ് LDL HDL റേഷ്യോ വരുന്നതെങ്കിൽ അത് റിസ്ക് കൂടുതലാണെന്നാണ് പറയുന്നത്. സ്ത്രീകളുടെ കാര്യത്തിലാണെങ്കിൽ ഈ റേഷ്യോ 2ൻ്റെ താഴെ നിൽക്കണം, അതാണ് ടാർഗറ്റ് റേഷ്യോ എന്ന് പറയുന്നത്. 2.5ൻ്റെ മുകളിലേക്കാണെങ്കിൽ റിസ്ക് കൂടുതലാണെന്നാണ് പറയുന്നത്. ഇനി ടോട്ടൽ കൊളസ്ട്രോൾ ടു HDL റേഷ്യോയും LDL ടു HDL റേഷ്യോനേക്കാളും നല്ല പ്രഡിക്റ്റീവ് വാല്യൂ ഉള്ളത് മറ്റൊരു റേഷ്യോനാണ്. അത് ApoB ടു ApoA1 റേഷ്യോ ആണ്. ഈ ടെസ്റ്റ് അധികം ഡോക്ടർമാരും എഴുതാറില്ല, പക്ഷേ നിങ്ങൾക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ലാബിൽ നിന്ന് ചെയ്യാവുന്നതാണ്. ApoB എന്ന് പറഞ്ഞാൽ LDL റിലേറ്റഡ് ആയിട്ടുള്ള ലിപ്പോപ്രോട്ടീൻ ആണെന്നും ApoA1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ HDL റിലേറ്റഡ് ആയിട്ടുള്ള ലിപ്പോപ്രോട്ടീൻ ആണെന്നുള്ള കാര്യം മനസ്സിലാക്കിയാൽ മതി. ഇനി ഇതിൻ്റെ റേഷ്യോ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പ്രൈമറി പ്രിവെൻഷൻ ഗ്രൂപ്പിൽ മെയിൽസിൻ്റെ ടാർഗറ്റ് വാല്യൂ എന്ന് പറയുന്നത് <0.9 ആണ്. അത് 1ൻ്റെ മുകളിലേക്ക് പോവുകയാണെങ്കിൽ റിസ്ക് കൂടുതലാണെന്നാണ് പറയുന്നത്. ഫീമെയിൽസിൻ്റെ കാര്യത്തിലാണെങ്കിൽ പ്രൈമറി പ്രിവെൻഷനിൽ ApoB ടു ApoA1 റേഷ്യോ ടാർഗറ്റ് പറയുന്നത് <0.8ഉം 0.9ൻ്റെ മുകളിലേക്ക് റിസ്ക് കൂടുതലാണെന്നാണ് പറയുന്നത്. ഇനി സെക്കൻഡറി പ്രിവെൻഷൻ, അതായത് ഓൾറെഡി എന്തെങ്കിലും കാർഡിയോവാസ്കുലർ റിസ്ക് ഫാക്ടർ ഉള്ള ആൾക്കാർക്ക് ApoB ടു ApoA1 റേഷ്യോ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ മെയിൽസിൻ്റെ ടാർഗറ്റ് 0.7ൻ്റെ താഴെ ആയിരിക്കണം. 0.8ൻ്റെ മുകളിലേക്കാണെന്നുണ്ടെങ്കിൽ റിസ്ക് കൂടുതലാണ്. ഫീമെയിൽസിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ ടാർഗറ്റ് പറയുന്നത് 0.6ഉം 0.7ൻ്റെ മുകളിലേക്കാണ് ഈ റേഷ്യോ വരുന്നതെങ്കിൽ റിസ്ക് കൂടുതലാണെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഞാൻ പറഞ്ഞ ടേബിൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഞാനൊരു ഉദാഹരണം കൂടി പറയാം. നിങ്ങളുടെ ടോട്ടൽ കൊളസ്ട്രോൾ 200 ആണെന്ന് വിചാരിക്കുക, HDL കൊളസ്ട്രോൾ വാല്യൂ 40 ആണെന്ന് വിചാരിക്കുക.
അപ്പോൾ ടോട്ടൽ കൊളസ്ട്രോൾ ടു HDL റേഷ്യോ എന്ന് പറയുന്നത് 5 പ്രൈമറി പ്രിവെൻഷൻ ഗ്രൂപ്പിൽ നോക്കുന്ന സമയത്ത് നിങ്ങളൊരു പുരുഷനാണെന്നുണ്ടെങ്കിൽ 5 എന്ന് പറയുന്ന വാല്യൂ ഹൈ റിസ്ക് ആണ്. ഇനി അതേസമയം നിങ്ങളുടെ ടോട്ടൽ കൊളസ്ട്രോൾ വാല്യൂ 200 തന്നെ, നിങ്ങൾ പുരുഷൻ തന്നെയാണ്, പക്ഷേ നിങ്ങളുടെ HDL കൊളസ്ട്രോൾ വാല്യൂ 40 പകരം 50 ഉണ്ടെന്ന് വിചാരിക്കുക. ഇപ്പോൾ നിങ്ങളുടെ ടോട്ടൽ കൊളസ്ട്രോൾ ടു HDL റേഷ്യോ എന്ന് പറയുന്നത് 200/50 എന്ന് പറഞ്ഞാൽ 4 4 എന്ന് പറയുന്നത് ടാർഗറ്റ് റേഞ്ചിൽ തന്നെ വരുന്നതുകൊണ്ട് നിങ്ങൾ സേഫാണ്, നിങ്ങൾക്ക് റിസ്ക് ഇല്ല എന്ന് മനസ്സിലാക്കാം. ഇതുപോലെ നിങ്ങൾക്ക് LDL ടു HDL റേഷ്യോയും എപ്പോപ്രോട്ടീൻസിൻ്റെ റേഷ്യോയും കണ്ടുപിടിക്കാവുന്നതാണ്. നിങ്ങളുടെ റേഷ്യോ ടാർഗറ്റ് റേഞ്ചിലാണോ നിൽക്കുന്നത്, ഹൈ റിസ്ക് റേഞ്ചിലാണോ നിൽക്കുന്നതെന്നാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. ഇനി നിങ്ങളുടെ വാല്യൂ നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്നും കൂടി കാണുന്ന സമയത്ത് നിങ്ങൾ ഏത് റേഞ്ചിലാണെന്ന് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പം സാധിക്കും. നിങ്ങൾ ഈ അടുത്ത് എപ്പോഴെങ്കിലും കൊളസ്ട്രോളിൻ്റെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ടെസ്റ്റിൻ്റെ റിപ്പോർട്ടിൽ നോക്കാം. ഇനി ടെസ്റ്റ് റിപ്പോർട്ടിൽ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ മാനുവലി ഡിവൈഡ് ചെയ്യാം. എന്നിട്ട് നിങ്ങളുടെ റേഷ്യോ നോർമലിലാണോ ഹൈ റിസ്കിലാണോ കിടക്കുന്നതെന്ന് കണ്ടുപിടിക്കാവുന്നതാണ്. അങ്ങനെ നിങ്ങൾ കണ്ടുപിടിക്കുന്ന റേഷ്യോ ടാർഗറ്റ് റേഞ്ചിൽ തന്നെയാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ സേഫാണ്, നിങ്ങൾ ഒന്നും കൊണ്ടും ഭയപ്പെടേണ്ട. നിങ്ങൾ നിങ്ങളുടെ കൊളസ്ട്രോളിൻ്റെ റേഷ്യോ ആ ടാർഗറ്റ് ലെവലിൽ നിർത്താൻ എന്തൊക്കെ കാര്യങ്ങളാണോ ചെയ്യുന്നത് അത് തുടർന്നുകൊണ്ട് പോവുക. നേരെ മറിച്ച് നിങ്ങളുടെ റേഷ്യോ റിസ്ക് ഗ്രൂപ്പിലാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ മാറ്റേണ്ടതാണ്. കൊളസ്ട്രോളിനെയല്ല പേടിക്കേണ്ടത്, നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിനെയും നിങ്ങളുടെ ഭക്ഷണത്തിനെയും നിങ്ങളുടെ ഫിസിക്കൽ ഇനാക്ടിവിറ്റി, എക്സസൈസ് ഇല്ലാത്ത കാര്യത്തിനൊക്കെയാണ് കൂടുതൽ ഭയപ്പെടേണ്ടത്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാറ്റുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും നിങ്ങളുടെ കൊളസ്ട്രോൾ റേഷ്യോ ടാർഗറ്റ് ലെവലിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. അതെറോസ്ക്ലെറോസിസും ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങളും സ്ട്രോക്കും ഒക്കെ വരാതെ നോക്കാനും സാധിക്കും. ഇനി നിങ്ങൾ റേഷ്യോ കണ്ടുപിടിച്ചിട്ട് അത് ടാർഗറ്റ് റേഞ്ചിൽ എത്തുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡോഫോഡി ഓൺലൈൻ ഡോക്ടർ കൺസൾട്ടേഷൻ ആപ്പിലുള്ള ഡോക്ടേഴ്സുമായിട്ട് ചർച്ച ചെയ്യാവുന്നതുമാണ്. നിങ്ങൾക്ക് വേണ്ട ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് എന്തൊക്കെയാണെന്നും മെഡിസിൻസ് എന്തൊക്കെയാണെന്നുള്ളത് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് പറഞ്ഞു തരും. നിങ്ങൾ ഈ അടുത്ത് എപ്പോഴെങ്കിലും ഫാസ്റ്റിംഗ് ലിപ്പിഡ് പ്രൊഫൈൽ അല്ലെങ്കിൽ ഫാസ്റ്റിംഗ് കൊളസ്ട്രോൾ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ റേഷ്യോസ് ഉണ്ടെങ്കിൽ ആ റേഷ്യോ നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അത് എത്രയാണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. കൊളസ്ട്രോളിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ഞാൻ ഇതിനു മുമ്പേ പല വീഡിയോസും ചെയ്തിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് ഈ ഒരൊറ്റ പ്ലേലിസ്റ്റിൽ കാണാവുന്നതാണ്. സമയം കിട്ടുമ്പോൾ ആ വീഡിയോസും കൂടി കാണുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്നവരും മറക്കണ്ട. അടുത്ത വീഡിയോയിൽ നിങ്ങളെ കാണുന്നവരെ ടേക്ക് കെയർ, സ്റ്റേ ഹെൽത്തി ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ബൈ.